ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷന്റെ ഉദ്ഘാടനം ഇന്ന് മലപ്പുറം ജില്ലയിൽ നടക്കും. വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ രാവിലെ 10 മണിക്ക് തിരൂർ കരുണ ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുക. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, വലിയ പങ്കാളിത്തത്തോടെ വികസിത കേരളത്തിലേക്ക് നടക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ. വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന ജില്ലാ കൺവെൻഷനുകൾക്ക് ഇന്നലെ തൃശ്ശൂരിലാണ് തുടക്കം കുറിച്ചത്. ഇന്ന് രണ്ടാം ദിനമാണ്. രണ്ടാം ദിനത്തിൽ മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം കൺവെൻഷനിൽ പങ്കെടുക്കുക. മലപ്പുറം ജില്ലയിലെ വെസ്റ്റ് ജില്ലാ കൺവെൻഷനാണ് ഇന്ന് നടക്കുക. തിരൂരിലെ കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 10 മണിക്കാണ് കൺവെൻഷൻ നടക്കുക. അതിന് മുന്നോടിയായി ഏകദേശം 8:30 വെസ്റ്റ് ജില്ലയുടെ കോർ കമ്മിറ്റി യോഗവും നടക്കുന്നുണ്ട്. അതിന് തൊട്ട് മുൻപായി വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും രാജീവ് ചന്ദ്രശേഖർ നിർവഹിക്കും. ഏകദേശം 8 മണിയോടുകൂടി തിരുനാവായയിലാണ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തിക്കുക. അതിൻ്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഇന്നലെ തൃശ്ശൂരിൽ ആരംഭിച്ച ഈ കൺവെൻഷനിൽ പ്രധാനമായും കേരളത്തെ മാറ്റം വരുത്തുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് മുന്നിൽ ഉള്ളത്. രാജ്യം വികസിക്കുമ്പോൾ അല്ലെങ്കിൽ വികസിത ഭാരതത്തിൽ മാറാത്ത കേരളവും ഇനി മാറും എന്ന മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം കൂടി ഈ ഒരു കൺവെൻഷനുകളിൽ ഉയർത്തുന്നുണ്ട്. അതായത് ഇനി മുതൽ അങ്ങോട്ട് കേരളത്തിൽ മാറ്റത്തിന്റെ കാലമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കൺവെൻഷനുകൾക്കാണ് ഇന്നലെ തുടക്കം കുറിച്ചിരിക്കുന്നത്. മെയ് 10-ാം തീയതി വരെയാണ് ഇത്തരത്തിൽ 30 ജില്ലാ സെന്ററുകളിലും ജില്ലാ കമ്മിറ്റികളിലും നടക്കുന്ന ഈ കൺവെൻഷനുകൾ നടക്കുന്നത്. ഇത്തരത്തിൽ ഓരോ ജില്ലയിലും പുതുതായി രൂപീകരിച്ച ജില്ലകളിലടക്കം ഇത്തരത്തിൽ കൺവെൻഷനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി തന്നെ പങ്കെടുക്കുന്ന ഇത്തരത്തിൽ താഴെ തട്ടിലേക്ക് ഇറങ്ങി ചെന്നുള്ള ഒരു പ്രത്യേക പരിപാടി കൂടിയാണ് ഇത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് അടുത്ത ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെ തട്ടിൽ പ്രവർത്തനം ഊർജിതപ്പെടുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് ഏറ്റവും പ്രധാനമായി ഉയർത്തുന്ന മുദ്രാവാക്യവും ഇതുതന്നെയാണ്. വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നത്. ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മറ്റു സംസ്ഥാനങ്ങളടക്കം വലിയ രീതിയിൽ തന്നെ മാറുമ്പോൾ കേരളം പതിറ്റാണ്ടുകളായി മാറാതെ നിൽക്കുന്നു. അല്ലെങ്കിൽ മുൻപ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും മറ്റ് പല മേഖലകളിലും മുന്നിട്ട് നിന്നിരുന്ന കേരളം പിന്നീട് പിന്നോട്ട് കുതിക്കുന്ന അല്ലെങ്കിൽ പിന്നോക്കം പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഭാരതം കുതിക്കുമ്പോൾ മാറാത്ത കേരളം ഇനി മാറും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ കൃത്യമായ ലക്ഷ്യബോധത്തോടെയുള്ള ഒരു കൺവെൻഷനുകൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ന് മലപ്പുറം ജില്ലയിൽ വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ, അതിനുശേഷം മെയ് 8-ാം തീയതി സെൻട്രൽ ജില്ലാ കൺവെൻഷനും ഈസ്റ്റ് ജില്ലാ കൺവെൻഷനും രണ്ടും മെയ് 8-ാം തീയതിയാണ് നടക്കുക. പ്രത്യേകിച്ച് താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അണികളെ ത്രിതല തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ഒരുക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഓരോ ജില്ലയിലും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട കാര്യങ്ങൾ അത് ജില്ലാ നേതാക്കളുമായി ചർച്ച ചെയ്യും. പിന്നീട് ആ ജില്ലയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഏകോപിപ്പിക്കേണ്ടതും രൂപീകരിക്കേണ്ടതും ആവിഷ്കരിക്കേണ്ടതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ കൺവെൻഷനുകൾക്ക് മുൻപായി കോർ കമ്മിറ്റി യോഗം അടക്കമുള്ളവ ചേരുന്നത്. അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ താഴെ തട്ടിലടക്കം ഉള്ള പ്രവർത്തകരെ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഊർജം നൽകുക എന്നത് പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ്. ആ തീരുമാനം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഇപ്പോൾ താഴെ തട്ടിലുള്ള പ്രവർത്തനം സജീവമാക്കിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രാഥമികമായ ഓരോ പരിപാടി തന്നെയാണ് ഇപ്പോൾ ഈ കൺവെൻഷനുകൾ സംഘടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. വീണ, ഓക്കെ, ശരി ശിവദാസ്.